തുല്യമായ സീറ്റുകൾ പങ്കുവച്ചുകൊണ്ടാണ് ബി.ജെ.പിയും ജെ.ഡി.യുവിനും ബീഹാറിൽ ധാരണയായത്. വോട്ടെടുപ്പിന് ശേഷമുള്ള നിതീഷിന്റെ തന്ത്രങ്ങളെ കൂടി മുന്നിൽ കണ്ടാണെന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പി അടുത്ത സർക്കാരിലേക്കുള്ള ഗേറ്റ് വേ ആണെന്നും ഇന്നലെ നേതാക്കൾ പറഞ്ഞു. ഇതിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള നിതീഷിന്റെ വിലപേശൽ സാധ്യത ചെറുക്കുക കൂടിയാണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് ഉണ്ടാകാനിടയുള്ള തർക്കം കൂടി മുന്നിൽ കണ്ടാണ് തുല്യ സീറ്റുകളിൽ മത്സരിക്കാനുള്ള ബി.ജെ.പിയുടെ വിഭജന ഫോർമുല. മാറി മാറി അധികാര വിലപേശൽ നടത്തി ശീലമുള്ള നിതീഷ് കുമാറിനെ മെരുക്കാനുള്ള നീക്കമായി ഇത്തവണത്തെ സീറ്റ് വിഭജനത്തെ നിരീക്ഷകർ കാണുന്നു. ചിരാഗ് പസ്വാന് 29 സീറ്റ് നൽകി പരമാവധി സീറ്റുകൾ ബി.ജെ.പി സഹായത്തിൽ ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ അത് നിതീഷിന് നേരെയുള്ള താക്കീതായി മാറ്റാൻ സാധിക്കും. അതായത് ഇത്തവണ ബി.ജെ.പിയും എൽ.ജെ.പിയും നേടുന്ന സീറ്റുകൾ നിതീഷിനെ മെരുക്കാൻ കൂടിയുള്ള തരത്തിലാണ് സീറ്റ് വിഭജനം. 2020 115 സീറ്റിൽ മത്സരിച്ച ജെ.ഡി.യുവിന് ലഭിച്ചത് 43 സീറ്റ് മാത്രമാണ്. 110 സീറ്റിൽ മത്സരിച്ച ബി.ജെ.പി എൻ.ഡി.എയിലെ വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തു. ബി.ജെ.പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ജെ.ഡി.യുവിന് ഇടർച്ചയും ഉണ്ടായാൽ എൽ.ജെ.പി പിന്തുണയിൽ മുഖ്യമന്ത്രി പദം നിതീഷിൽ നിന്ന് മാറ്റാൻ ഇപ്പോഴത്തെ വിഭജന ഫോർമുലയ്ക്ക് കഴിയും. എൻ.ഡി.എയിലെ ഏറ്റവും വലിയ മൂന്നാം പാർട്ണറായി ചിരാഗ് പസ്വാനെ മാറ്റിയ ബി.ജെ.പി ജിതൻ റാം മാഞ്ചിയുടെ അവകാശവാദം തള്ളി 6 സീറ്റിൽ മാത്രം ഒതുക്കി. ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്ക് നൽകിയതും 6 സീറ്റ് മാത്രം. എല്ലാ വിലപേശൽ തന്ത്രങ്ങളെയും ബി.ജെ.പി മെരുക്കി എന്നതാണ് യാഥാർത്ഥ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.